ഭാഷയും കാനഡയിലെ സ്ഥിരതാമസത്തിനുള്ള പെർമനന്റ് റെസിഡൻസിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. ഫ്രഞ്ച് നന്നായി അറിയാമെങ്കിൽ കാനഡയിലേക്കുള്ള പ്രവേശനം ഒന്നുകൂടെ എളുപ്പമാകും. സർക്കാർ, വിദ്യാഭ്യാസം, ആരോഗ്യം, കസ്റ്റമർ സർവീസ് തുടങ്ങിയ മേഖലകളിൽ ഇംഗ്ലീഷും ഫ്രഞ്ചും സംസാരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉയർന്ന ഡിമാൻഡും മികച്ച ശമ്പളവും ലഭിക്കാൻ സാധ്യതയുണ്ട്. കാനഡയിലേക്ക് സ്ഥിരതാമസം ആഗ്രഹിക്കുന്നവർക്ക് ഇംഗ്ലീഷിനൊപ്പം ഫ്രഞ്ചും പഠിക്കുന്നത് ഒരു ഓപ്ഷൻ എന്നതിലുപരി മത്സരം കുറയ്ക്കാനും PR വേഗത്തിൽ നേടാനും സഹായിക്കുന്ന ഒരു തന്ത്രപരമായ നീക്കമാണ്. കെബക് ഉൾപ്പെടെയുള്ള ഫ്രാങ്കോഫോൺ സമൂഹങ്ങളിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുമ്പോൾ ഫ്രഞ്ച് ഭാഷ അനിവാര്യമാണ്. കനേഡിയൻ ഇമിഗ്രേഷൻ സംവിധാനത്തിൽ പ്രത്യേകിച്ച് എക്സ്പ്രസ് എൻട്രി വഴി ഫ്രഞ്ച് സംസാരിക്കുന്നവർക്ക് ഉയർന്ന പരിഗണന ലഭിക്കുകയും കൂടുതൽ പോയിന്റുകൾ സ്വന്തമാക്കാൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ടാണ് ഫ്രഞ്ച് ഭാഷാ പ്രാവീണ്യം നിർണായക ഘടകമാകുന്നത്. കാനഡയുടെ ഫെഡറൽ ഇമിഗ്രേഷൻ സിസ്റ്റമായ എക്സ്പ്രസ് എൻട്രി വഴി ഉയർന്ന കോംപ്രിഹെൻസീവ് റാങ്കിംഗ് സിസ്റ്റം സ്കോർ നേടാൻ ഇത് സഹായിക്കുന്നു. കെബക്കിന് പുറത്തുള്ള ഫ്രഞ്ച് സംസാരിക്കുന്ന സമൂഹങ്ങളെ ശക്തിപ്പെടുത്താനുള്ള കനേഡിയൻ ഗവൺമെന്റിന്റെ ലക്ഷ്യമാണ് ഈ മാറ്റങ്ങൾക്ക് പിന്നിൽ. എക്സ്പ്രസ് എൻട്രി സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് CRS സ്കോർ. ഈ സ്കോറാണ് അപേക്ഷകനെ PR-ന് ക്ഷണിക്കുന്നതിനുള്ള സാധ്യത വിലയിരുത്തുന്നത്. ഫ്രഞ്ച് ഭാഷാ പ്രാവീണ്യമുണ്ടെങ്കിൽ CRS സ്കോറിൽ മുൻനിരയിലെത്താം. ഫ്രഞ്ചിൽ NCLC 7 അല്ലെങ്കിൽ അതിൽ കൂടുതൽ, ഇംഗ്ലീഷിൽ CLB 5 അല്ലെങ്കിൽ അതിൽ കൂടുതലും സ്കോർ ചെയ്യുന്നവർക്ക് 50 വരെ അധിക പോയിന്റുകൾ ലഭിക്കും. ഇനി ഇംഗ്ലീഷിൽ കുറഞ്ഞ സ്കോർ ആണെങ്കിലും ഫ്രഞ്ചിൽ NCLC 7 അല്ലെങ്കിൽ അതിൽ കൂടുതൽ സ്കോർ ഉണ്ടെങ്കിൽ 25 അധിക പോയിന്റുകൾ ലഭിക്കും. 2023 മുതൽ കാനഡ എക്സ്പ്രസ് എൻട്രിയിൽ കാറ്റഗറി അടിസ്ഥാനമാക്കിയുള്ള നറുക്കെടുപ്പുകൾ നടക്കുന്നതിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് ഫ്രഞ്ച് ഭാഷാ പ്രാവീണ്യമുള്ളവർക്കായുള്ള നറുക്കെടുപ്പുകൾ. വിഭാഗത്തിൽ ക്ഷണിക്കപ്പെടുന്ന അപേക്ഷകർക്ക് പൊതുവായ നറുക്കെടുപ്പുകളേക്കാൾ കുറഞ്ഞ CRS കട്ട് ഓഫ് സ്കോർ മതിയാകും. ഇത് ഫ്രഞ്ച് സംസാരിക്കുന്നവർക്ക് PR ലഭിക്കാനുള്ള സാധ്യതയും കൂട്ടും. ഫ്രഞ്ച് സംസാരിക്കുന്നവർക്കായി മാത്രം ആയിരക്കണക്കിന് ക്ഷണങ്ങൾ നൽകുന്ന നറുക്കെടുപ്പുകളും ഇപ്പോൾ കാനഡയിലുണ്ട്. 2025 ഒക്ടോബറിൽ നടന്ന നറുക്കെടുപ്പിൽ 6000 ഫ്രാങ്കോഫോൺ സ്ഥാനാർത്ഥികളെ ക്ഷണിച്ചു. അവരുടെ കട്ട് ഓഫ് സ്കോർ പൊതു നറുക്കെടുപ്പുകളേക്കാൾ വളരെ കുറവായിരുന്നു. ഫെഡറൽ തലത്തിൽ മാത്രമല്ല, വിവിധ പ്രവിശ്യകളിലെ പ്രൊവിൻഷ്യൽ നോമിനൽ പ്രോഗ്രാമുകളിലും ഫ്രഞ്ച് ഭാഷ അധിക യോഗ്യതയാണ്. കാനഡയിൽ കെബക്കിന് പുറത്ത് ഏറ്റവും കൂടുതൽ ഫ്രഞ്ച് സംസാരിക്കുന്നവരുള്ള പ്രവിശ്യയായ ഒന്റാരിയോയിൽ ഫ്രഞ്ച് പ്രാവീണ്യമുള്ളവർക്ക് പ്രത്യേക ഇമിഗ്രേഷൻ സ്ട്രീമുകളുണ്ട്. ന്യൂ ബ്രൻസ്വിക്, മാനിറ്റോബ തുടങ്ങിയ ഇതര പ്രവിശ്യകളും ഫ്രഞ്ച് സംസാരിക്കുന്ന വിദഗ്ധ തൊഴിലാളികൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നുണ്ട്. ഫ്രഞ്ച് ഭാഷാ പ്രാവീണ്യം തെളിയിക്കാൻ അപേക്ഷകർ TEF കാനഡ അല്ലെങ്കിൽ TCF കാനഡ എന്നീ അംഗീകൃത പരീക്ഷകളിൽ ഒന്നാണ് എഴുതേണ്ടത്. എക്സ്പ്രസ് എൻട്രിയിലെ നേട്ടങ്ങൾ ലഭിക്കാൻ സംസാരം, കേൾവി, വായന, എഴുത്ത് എന്നീ 4 വിഭാഗങ്ങളിലും കുറഞ്ഞത് NCLC 7 സ്കോർ ആവശ്യമാണ്. ഇത് ഫ്രഞ്ച് ഭാഷാ പ്രാവീണ്യത്തിന്റെ B2 ലെവലിന് തുല്യമാണ്. കനേഡിയൻ സർക്കാർ ഫ്രഞ്ച് സംസാരിക്കുന്നവരുടെ കുടിയേറ്റം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നതിനാൽ ഈ ഭാഷാ വൈദഗ്ധ്യം ഭാവിയിൽ കൂടുതൽ അവസരങ്ങൾ തുറന്നു തരും എന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക് MC ന്യൂസ്. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.